ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ലീഡ് കോമ്പൻസേറ്റഡ് ഡിസൈനിൻ്റെ വേറെ ഒരു പ്രോബ്ലമാണ്. ക്വസ്റ്റ്യൻ നോക്കാം. ഡിസൈൻ എ ലീഡ് കോമ്പൻസേറ്റർ ഫോർ എ യൂണിറ്റി ഫീഡ്ബാക്ക് സിസ്റ്റം വിത്ത് ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ g of s is equal to k by s into s plus 4 into s plus 7 to meet the following specifications. The percentage peak overshoot is equal to 12.63%. Natural frequency of oscillation omega n is equal to 8 rad per second. Velocity error constant kV is greater than or equal to 2.5. നമുക്ക് ലീഡ് കോമ്പൻസേറ്റഡ് ഡിസൈൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് പീക്ക് ഓവർ ഷൂട്ട് ഈ 12.63% ആണ് പറ്റുള്ളൂ. ആൻഡ് നാച്ചുറൽ ഫ്രീക്വൻസി 8 റാഡ് പെർ സെക്കൻഡ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. നമുക്കിവിടെ ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ g of s തന്നിട്ടുണ്ട്. k by s into s plus 4 into s plus 7. അപ്പോൾ അതിൽ നിന്നിട്ട് നമുക്കിവിടെ ഓപ്പൺ ലൂപ്പ് പോൾസ് ലൊക്കേറ്റ് ചെയ്യാം. അപ്പോൾ പോൾസ് വരുന്നത് എവിടെയാണ്? s is equal to 0, അതുപോലെ -4, അതുപോലെ -7 അവിടെയാണ് പോൾസ് വരുന്നത്. അപ്പോൾ നമുക്ക് ആ പോൾസ് നമുക്കിവിടെ മാർക്ക് ചെയ്യാം. ഫസ്റ്റ് പോൾ എന്ന് പറയുന്നത് ഒറിജിനലാണ്, അപ്പോൾ അത് ഒറിജിനൽ മാർക്ക് ചെയ്തു. സെക്കൻഡ് പോൾ എന്ന് പറയുന്നത് -4 ആൻഡ് തേർഡ് പോൾ എന്ന് പറയുന്നത് -7. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളവിടെ ഡോമിനൻറ്റ് പോൾ SD കണ്ടുപിടിക്കണം. അപ്പോൾ ഡോമിനൻറ്റ് പോൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ -θ ഒമേഗ n പ്ലസ് ഓർ മൈനസ് j ഒമേഗ n √1 - θ² ആണ്. അതിൽ ഒമേഗ n = 8 റാഡ് പെർ സെക്കൻഡും പെർസെൻറ്റേജ് ഓവർഷൂട്ട് എന്ന് പറയുന്നത് 12.63% നമുക്കവിടെ തന്നിട്ടുണ്ട്. നമ്മൾ ഈ സീറ്റ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? പെർസെൻറ്റേജ് MP = നമ്മുടെ ഫോർമുല e⁻ θ⁴ √1 - θ² × 100. അതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്, പെർസെൻറ്റേജ് ആയതുകൊണ്ട്. നമുക്ക് അതിൻ്റെ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? നമ്മൾ e⁻ θ⁴ √1 - θ² 0.1263 നമുക്കവിടെ എഴുതാം. ഇനി നമ്മൾ രണ്ട് സൈഡും ലോഗ് എടുക്കാം. ലോഗ് എടുത്തിട്ട് നമ്മളവിടെ സീറ്റയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടാം log MP² /π² + log MP² എന്നാണ് വരാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഡയറക്റ്റ് പഠിച്ചു വെച്ചാൽ മതി. നമ്മളവിടെ ഡിറൈവ് ചെയ്ത് അവിടെ സമയം കളയേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് പഠിക്കുകയാണെങ്കിൽ ഇതിലേക്ക് നമുക്ക് log MP എന്ന് പറയുമ്പോൾ MPയുടെ വാല്യൂ 0.1263 ആണ്. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു നമ്മുടെ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ കിട്ടി. അപ്പോൾ ഇത് ഹോൾ സ്ക്വയർ എടുക്കുമ്പോൾ എന്താണ് വരുന്നത്? log 0.1263 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 4.28 ആണ് വരുന്നത്. അപ്പോൾ നമ്മളത് ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരാം? 4.28 /π² + 4.28 എന്ന് പറയുന്നത് 0.55 എന്ന് നമുക്കവിടെ വാല്യൂ കിട്ടും. ഇതാണ് നമ്മുടെ സീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് നമുക്കവിടെ SD കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് എന്ത് വരും? -0.55 ഒമേഗ എന്ന് പിന്നെ പറയുന്നത് അവിടെ 8 ആണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -0.55 × 8 + or - j 8 × √1 - 0.55² വരും. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എത്ര വരുന്നത്? -4.4 + or - j 6.68 എന്നാണ് വരും. ഇത് റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ -4.4 + or - j 6.7 എന്നവിടെ കൊടുക്കാം. ഇതാണ് നമ്മുടെ ഡോമിനൻറ്റ് പോൾ എന്ന് പറയുന്നത്. നമുക്ക് ഓപ്പൺ ലൂപ്പ് പോൾസ് നമ്മൾ ആദ്യം മാർക്ക് ചെയ്തിരുന്നു. എത്രയാണ്? ഒറിജിനിൽ -4, അതുപോലെ -7 3 പോളോടെ വരുന്നത്. ആൻഡ് ഡോമിനൻറ്റ് പോൾ വരുന്നത് -4.4 + or - j 6.7 അപ്പോൾ ഇവിടെ റിയൽ ആക്സിസ് നെഗറ്റീവ് റിയൽ ആക്സിസിൽ -4.4 എടുത്തു, അതുപോലെ ഇമാജിനറി ആക്സിസിൽ j 6.7 നമ്മളവിടെ എടുത്തു, -j 6.7. അതായത് നമ്മൾ മീറ്റ് ചെയ്യുന്ന പോയിന്റ് പറയുന്നത് ഈ ഒരു പോയിന്റ് ആണ്. അപ്പോൾ അവിടെ നമ്മൾ SD ഡോമിനൻറ്റ് പോൾ അവിടെ മാർക്ക് ചെയ്തു. അതാണ് ഈ P എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ SD -4.4 + or - j 6.7 നമ്മളവിടെ എഴുതി. ഇനി അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഒറിജിനിലുള്ള ആ പോൾ ഉണ്ടല്ലോ, ആ പോളിൽ നിന്നിട്ട് ഈ ഡോമിനൻറ്റ് പോളിലേക്ക് നമ്മളൊരു ലൈൻ ഇവിടെ വരച്ചു. ആൻഡ് അത് വരച്ചതിന് ശേഷം നമ്മൾ ഇവിടെ APE റിയൽ ആക്സിസ് ഉണ്ടല്ലോ, നെഗറ്റീവ് റിയൽ ആക്സിസിനെ പാരലായിട്ട് നമ്മളിവിടെ ഇങ്ങനെ ഒരു ലൈനോടെ വരച്ചു. ഇനി അടുത്തത് ലീഡ് നെറ്റ്വർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആംഗിൾ ഉണ്ടല്ലോ, അത് കണ്ടുപിടിക്കണം. അതായത് φ = sum of angles contributed by poles of uncompensated system minus sum of angles contributed by zeros of uncompensated system + or - n × 180 degree. അപ്പോൾ നമ്മളത് റൂട്ട് ലോക്കസ് വരച്ചതിന് ശേഷം നമുക്കത് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. ഇനി നമ്മളവിടെ ആംഗിൾ കോൺട്രിബ്യൂട്ടഡ് ബൈ പോൾസ് നമ്മളവിടെ കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഡോമിനൻറ്റ് പോളിൽ നിന്നിട്ട് എല്ലാ പോളിലേക്കും അവിടെ ലൈൻ വരച്ചു. അതുപോലെ നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ നമ്മളിവിടെ θ1, ഇവിടെ θ2, ഇവിടെ θ3 മാർക്ക് ചെയ്തു. അപ്പോൾ ഈ 3 ആംഗിളാണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. ഇതൊരു
റൈറ്റ് ട്രയാങ്കിൾ ആയിട്ട് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ θ1 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 180 ഡിഗ്രിയിൽ നിന്നിട്ട് ഈ ഒരു ആംഗിൾ കുറച്ചാൽ മതി. അത് കുറച്ച് കഴിഞ്ഞ് നമുക്ക് അവിടെ θ1 കിട്ടും. അപ്പോൾ ഈ ഒരു ആംഗിൾ എന്ന് പറയുമ്പോൾ 180 മൈനസ് ഈ ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസ് പറയുന്നത് 6.7 ആണ്. ഹോറിസോണ്ടൽ ഡിസ്റ്റൻസ് പറയുന്നത് 4.4. അത് സോൾവ് ചെയ്യുമ്പോൾ tan ഇൻവേഴ്സ് 6.7/4.4. 180 നിന്നിട്ട് ആംഗിൾ കുറയ്ക്കുമ്പോൾ എത്ര വരും? 123 ഡിഗ്രി നമുക്കവിടെ കിട്ടും. ഇനി θ2 കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യാം, ഈ ഒരു റൈറ്റ് ട്രയാങ്കിൾ നമ്മൾ എടുക്കുക. അപ്പോൾ അത് 180 നിന്നിട്ട് നമ്മൾ ഈ ഒരു ആംഗിൾ കുറച്ചാൽ മതി. അപ്പോൾ അത് എത്ര വരാത്? ഈ ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടുത്തെ 6.7ഉം ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 0.4 ആണ് ഇവിടെ. അതായത് 4.4 മൈനസ് 4. അവിടെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വരെ 180 മൈനസ് tan ഇൻവേഴ്സ് 6.7/4.4 എന്ന് പറയുന്നത് അവിടെ 93 ഡിഗ്രി എന്നാണ് വരും. θ3 എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ ഒരു റൈറ്റ് ട്രയാങ്കിൾ എടുക്കുക. അത് ഈ ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസ് 6.7 തന്നെയാണ് വരുന്നത്. അതിൻ്റെ ഇവിടെ നിന്ന് ഈ ഒരു ചെറിയ ഡിസ്റ്റൻസ് പറയുന്നത് എത്ര വരുന്നത്? 4.4. അതുപോലെ ഇവിടുത്തെ 7 ആണ് വരുന്നത്. അപ്പോൾ 7 മൈനസ് 7 4.4 എന്ന് പറയുന്നത് എത്ര വരിക? 2.6 ആണ് വരുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ tan ഇൻവേഴ്സ് 6.7/2.6 എന്ന് വരും. നമുക്കവിടെ എത്ര കിട്ടാം? 69 ഡിഗ്രി എന്നാണ്. ഇതാണ് അവിടെ ആംഗിൾ കോൺട്രിബ്യൂട്ടഡ് ബൈ പോൾസ് എന്ന് പറയുന്നത്. നമുക്കിവിടെ സീറോസ് ഒന്നും ഇല്ല, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ആംഗിൾ അവിടെ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ സം ഓഫ് ആംഗിൾസ് കോൺട്രിബ്യൂട്ടഡ് ബൈ പോൾസ്. അപ്പോൾ നമ്മൾ നേരത്തെ θ1 θ2 θ3 കണ്ടുപിടിച്ചിരുന്നു. അപ്പോൾ അത് എത്ര വരും? 123 + 93 + 69 എന്ന് പറയുന്നത് 285 ഡിഗ്രി അവിടെ കിട്ടും. സോ അവിടെ ആംഗിൾ കോൺട്രിബ്യൂട്ടഡ് ബൈ 0 എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ സീറോസ് ഒന്നും ഇല്ലാത്ത കാരണം നമ്മളത് കണ്ടുപിടിക്കേണ്ട. അപ്പോൾ അതുകൊണ്ട് φ = നമുക്ക് എന്ത് എഴുതാം? ഇവിടെ 285 ± n × 180 ഡിഗ്രി എന്നാണ് എഴുതാം. അതായത് ഈ ഒരു ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ ലെറ്റ് n = 1. ഇപ്പോൾ മുമ്പത്തെ കണക്കിൽ നമ്മളവിടെ n = 1 ആണ് നമ്മളവിടെ കൊടുത്തിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മളവിടെ ചെയ്യേണ്ടത്. n = 1 ഇട്ട് കൊടുക്കാം. അവിടെ φ = 285 - 180 എന്ന് പറയുന്നത് 105 ഡിഗ്രി എന്നവിടെ വരും. അപ്പോൾ ഒരു ലീഡ് കോമ്പൻസേറ്റർ നമ്മൾ അവിടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 60 ഡിഗ്രി വരെ അവിടെ ഫേസ് ആംഗിൾ കോൺട്രിബ്യൂഷൻ ഉണ്ടാവും. ഇവിടെ നമുക്ക് എത്ര വരുന്നത്? നമുക്ക് ഗ്രേറ്റർ ദാൻ 60 ഡിഗ്രി, അത് 105 ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കാസ്കേഡ് ഓഫ് 2 കോമ്പൻസേറ്റേഴ്സ് നമ്മളവിടെ യൂസ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് നമ്മളവിടെ GCFS ചൂസ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും? അവിടെ 2 കോമ്പൻസേറ്റർ സെയിം ടൈപ്പ് അവിടെ ഉപയോഗിക്കാവുന്നത്. നമ്മൾ പറഞ്ഞു 2 കാസ്കേഡഡ് കോമ്പൻസേറ്റേഴ്സ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫേസ് ആംഗിൾ കോൺട്രിബ്യൂഷൻ ഓഫ് ഈച്ച് കോമ്പൻസേറ്റർ നമ്മളവിടെ കണ്ടുപിടിക്കണം. അതായത് ഓരോ കോമ്പൻസേറ്ററും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫേസ് ആംഗിൾ. അപ്പോൾ φ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചാൽ 105 ഉണ്ടല്ലോ, അതിനെ ഹാഫ് ആക്കണം. അതായത് 105/2, അത് 52.5 ആണ് വരുന്നത്. അതായത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 52. അപ്പോൾ ഓരോ കോമ്പൻസേറ്റേഴ്സും അവിടെ എന്താണ്? അവിടെ 52 ഡിഗ്രി അവിടെ കോൺട്രിബ്യൂഷൻ, ഫേസ് ആംഗിൾ കോൺട്രിബ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഒറിജിനാണ് O എന്ന് പറഞ്ഞ പോയിന്റ്. നമ്മൾ APO എന്ന് പറഞ്ഞ ഒരു ആംഗിൾ ഉണ്ടല്ലോ, അതിനെ ബൈസെക്ടർ വരയ്ക്കണം. അപ്പോൾ ആ ഒരു ആംഗിളിൻ്റെ ബൈസെക്ടറാണ് നമ്മളിവിടെ ഈ ബ്ലൂ കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. അത് നമ്മളിവിടെ -8 അവിടെയാണ് അവിടെ വന്നിട്ട് മീറ്റ് ചെയ്യണത്. അപ്പോൾ ആ ഒരു പോയിന്റിനെ നമ്മളവിടെ C എന്നവിടെ മാർക്ക് ചെയ്തു. ഇതാണ് അവിടെ ബൈസെക്ടർ ഓഫ് APO. നമ്മളവിടെ φ കണ്ടുപിടിച്ചിരുന്നു. അവിടെ 52 ഡിഗ്രിയാണ് അവിടെ കിട്ടിയത്, കാരണം നമ്മളവിടെ കാസ്കേഡ് ചെയ്ത് വെക്കണുണ്ട്. അപ്പോൾ അതിൻ്റെ പകുതി ആംഗിൾ എടുത്താൽ, അതായത് 26 ഡിഗ്രിയാണ് 52ൻ്റെ പകുതി വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ബൈസെക്ടർ ഉണ്ടല്ലോ, ബൈസെക്ടർ ഓഫ് APO, അവിടെ നമ്മൾ വെച്ചിട്ട് എന്താണ് ഒരു 26 ഡിഗ്രി നമ്മളവിടെ ഈ ലൈനിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കും വരച്ചു, അതുപോലെ ഈ ലൈനിൻ്റെ റൈറ്റ് സൈഡിലേക്കും അവിടെ 26 ഡിഗ്രി അവിടെ വരയ്ക്കാം. എന്നിട്ട് നമ്മൾ ഈ ഒരു പോയിന്റിനെ നമ്മളവിടെ B എന്നും ഈ ഒരു പോയിന്റിന് നമ്മളവിടെ D എന്നും മാർക്ക് ചെയ്തു. അതായത് ഈ ഒരു 26 ഡിഗ്രി ലൈൻ മീറ്റ് ചെയ്യുന്ന പോയിന്റ് നമ്മുടെ നെഗറ്റീവ് റിലാക്സിസിൽ, ഇതാണ് അവിടെ B എന്ന് പറയുന്നതും അതുപോലെ C എന്ന് പറയുന്നതും. അപ്പോൾ നമ്മളവിടെ ആംഗിൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ആംഗിൾ CPD ഈക്വൽസ് ആംഗിൾ BPC എന്ന് പറയുന്നത് 5/2, അതായത് എത്രയാ? 26 ഡിഗ്രി നമുക്ക് അവിടെ കിട്ടി. അപ്പോൾ നമ്മൾ ഈ 26 ഡിഗ്രി നമ്മൾ വരച്ചുവല്ലോ. അപ്പോൾ അത് ഈ നെഗറ്റീവ് റിലാക്സിസിൽ ഇവിടെ ഈ മുട്ടുന്ന പോയിന്റിൽ നമുക്ക് അവിടെ ഒരു പോള് മാർക്ക് ചെയ്യാം. അതുപോലെ 26 ഡിഗ്രി ലൈൻ ഇവിടെ മുട്ടുന്ന പോയിന്റിൽ നമുക്ക് അവിടെ ഒരു 0യും മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ കോമ്പൻസേറ്ററിൻ്റെ 0ൻ്റെയും പോളിൻ്റെയും ലൊക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കോമ്പൻസേറ്ററിൻ്റെ പോളിൻ്റെ ലൊക്കേഷൻ PC എന്ന് പറയുന്നത് -13.55 കിട്ടി. ആൻഡ് 0ൻ്റെ ലൊക്കേഷൻ ZC എന്ന് പറയുന്നത് -4.65 നമുക്കവിടെ കിട്ടി.
നമുക്ക് ഡോമിനൻറ്റ് പോളിൽ നിന്നിട്ട് നമുക്ക് രണ്ട് പോളും കൂടി ഉണ്ടായിരുന്നല്ലോ, S = -4ലും -7ലും. അപ്പോൾ ആ പോളിലേക്ക് നമ്മളവിടെ ഒരു ലൈൻ ജോയിൻ ചെയ്യാം. അതുപോലെ -7ൽ നിന്നിട്ടും ഒരു ലൈൻ ഇവിടെ ഇങ്ങനെ ജോയിൻ ചെയ്യാം. നമുക്കിനി ആ ലെങ്ത്ത് നമ്മളവിടെ മെഷർ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ L1, L2, L3, L4, L5 എന്നവിടെ മാർക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ ആ ലെങ്ത്തൊക്കെ നമ്മൾ സ്കെയിൽ വെച്ചിട്ട് മെഷർ ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടാൻ L1 = 8.1, L2 = 6.8, L3 6.75, L4 7.3, L5 11.5. നമുക്ക് K = നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് എല്ലാ പോളുകളിൽ നിന്നിട്ട് നമ്മൾ ഡോമിനൻറ്റ് പോളിലേക്ക് മാർക്ക് ചെയ്യുക. ആ ലൈൻ ഉണ്ടല്ലോ, ആ ലൈനുകളാണ്. അപ്പോൾ അത് ഏതൊക്കെയാണ് വരുന്നത്? L1, അതുപോലെ L2, പിന്നെ L4, അതുപോലെ ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് L5 ആണ്, ആൻഡ് ഇത് L3. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരാം? 8.1 × 6.8 × 7.3 ഇവിടെ 2 വരാൻ കാരണം നമ്മളിവിടെ കാസ്കേഡ് ചെയ്തിട്ട് രണ്ട് പോളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അവിടെ ലെങ്ത് എത്ര വരും? അവിടെ 2 വരും. അതുകൊണ്ടാണ് അവിടെ 2 × 11.5 അവിടെ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ ഈ 0യും അത് കോമ്പൻസേറ്റിന് 0 വരുന്ന ലൊക്കേഷനിലേക്ക് ഈ L3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 2 zeros വരുന്നുണ്ട്, കാരണം അവിടെ എന്താണ് കാസ്കേഡ് ചെയ്ത് വെച്ചുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ 2 × 6.75 എന്നവിടെ വരും. അപ്പോൾ അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എത്ര വരുന്നത്? 685 ആണ് അവിടെ കെയുടെ വാല്യൂ വരുന്നത്. EC എന്ന് പറയുന്നത് -13.55 ആൻഡ് ZC എന്ന് പറയുന്നത് -4.65. നമുക്കിവിടെ ZC കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ZC കിട്ടി കഴിഞ്ഞാൽ അവിടെ T കണ്ടുപിടിക്കാം. T = 1/ZC. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അവിടെ 0.215 എന്നവിടെ വരും. ഇനി ആൽഫ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യേണ്ടത്? 1/T × PC ചെയ്യാം. അത് Tയുടെ വാല്യൂ 0.215 ആൻഡ് PC എന്ന് പറയുന്നത് 13.55. നമുക്ക് ആ വാല്യൂ മാത്രം മതി, സൈൻ വേണ്ട. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അവിടെ 0.343 എന്നവിടെ വരും. നമ്മൾ പറഞ്ഞു കോമ്പൻസേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കോമ്പൻസേറ്റർ കാസ്കേഡ് ചെയ്ത് വെച്ചേക്കാന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ GCFS എന്ന് പറയുന്നത് എന്താണ് ഇവിടെ സ്ക്വയർ വരാനായിട്ട് കാരണം. S+HC² S+PC² എന്ന് വരും. ഈ ZCക്കും PCക്കും വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? S+4.65² S+13.55² എന്ന് വരും. ഇതാണ് കോമ്പൻസേറ്ററിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ കോമ്പൻസേറ്റർ ഡിസൈൻ ചെയ്തു, അതുപോലെ കെയുടെ വാല്യൂ കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മൾ ബ്ലോക്ക് ഡയഗ്രാമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? ഇവിടെ S+4.65² S+13.55² എന്ന് വരും. ആൻഡ് ഇതിൽ K സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 685 S × S+4 × S+7 എന്നവിടെ വരും. അപ്പോൾ ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് എന്താ കോമ്പൻസേറ്റഡ് സിസ്റ്റം എന്ന് വരും G0 നമുക്ക് S+4.65² S+13.55² അതായത് ഇത് രണ്ടും നമ്മൾ കാസ്കേഡ് ചെയ്തിട്ട് എഴുതാണ് ഇൻറ്റു 685 S × S+4 × S+7 എന്നവിടെ വരും. ഇനി നമുക്ക് KV ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു KV ആണ് നമ്മളവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അവിടെ KV = limit S → 0 of S × G0 നമ്മളിവിടെ ചെയ്യാം. അപ്പോൾ അവിടെ S × 4.65² S+13.55² × 685 S × S+4 × S+7 എന്നവിടെ വരും. അപ്പോൾ നമുക്കവിടെ ആ എസ്സിനെ അവിടെ ക്യാൻസൽ ചെയ്തിട്ട് കളയാം. ഇനി എന്നിട്ട് അതിന് ശേഷം നമ്മളവിടെ ലിമിറ്റ് കൊടുക്കുക. ലിമിറ്റ് S → 0 ആണ് നമ്മളവിടെ ചെയ്യണത്. അപ്പോൾ അവിടെ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് വരും? 685 × 4.65² 13.55² 4 × 7 എന്നവിടെ വരും. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2.88 ആണ് നമുക്കവിടെ വരുന്നത്. അപ്പോൾ അത് ഗ്രേറ്റർ ദാൻ 2.5 ആണ്. നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് KV എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 2.5 അവിടെ വരണം എന്നാണ് പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് 2.88 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് വരും? ഡിസൈൻ ഈസ് അക്സെപ്റ്റബിൾ എന്നവിടെ പറയാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളവിടെ ലീഡ് കോമ്പൻസേറ്റർ ഡിസൈൻ ചെയ്യുന്നത്.